ആദ്യം നമുക്ക് ചെറിയൊരു വീഡിയോ കാണാം, ഒരു ചെറിയ വീഡിയോ അല്ലേ. അത് കണ്ടതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇത് ഞാനിന്ന് എൻ്റെ വീട്ടിലൊരു കുട്ടീൻ്റെ, ഞങ്ങളെ പാത്തുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു കാർഡാണ്. ഇതിനൊരു മ്യൂസിക് ഉണ്ട്, അത് ഞാൻ ഒഴിവാക്കല്ല കേട്ടോ. എന്ന് വെച്ചാൽ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് വരും. എങ്ങനെയുണ്ട് നോക്ക്, മ്യൂസിക് വരുന്ന നല്ലൊരു മ്യൂസിക്കൊക്കെ ആയിട്ട്. ഈ കാർഡ് എങ്ങനെയുണ്ട്, ബർത്ത്ഡേ കാർഡ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റാറ്റസിലൊക്കെ വെച്ചേരെ എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ച്, അത് പോട്ടെ, അതടക്കട്ടെ, ഇതേതാണ് ആപ്പ്, എങ്ങനെ അത് ഉണ്ടാക്കുക, നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ. എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആക്കാൻ വിചാരിച്ച്. അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു കാർഡ് മാത്രമല്ല കേട്ടോ, ഒരുപാട് ഫീച്ചറുകളിലെ വീഡിയോയും ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന, സ്റ്റാറ്റസ് വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു അടിപൊളി സംഭവം. അപ്പോൾ വീഡിയോയിലേക്ക് ഇങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന പോക്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തിരിയത്തൂടെ തന്നെ നടന്നു, അവിടെ ചോന്നതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഞെക്കിയേക്ക്, ഒപ്പരയുള്ള ബെല്ല് ഞെക്കിയേക്ക് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇത് ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഫോട്ടോ ഗ്രിഡ് എന്നാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. മാണ്ടിയൊരിക്കാടുന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് മാണെങ്കിലാണേ ഡൗൺലോഡ് ചെയ്യാവും. എന്നുവെച്ചാൽ മാണ്ടാത്ത ആപ്ലിക്കേഷനൊക്കെ കുത്തി നിറച്ച് ഫോണിൻ്റെ സ്പേസ് പോക്കണ്ട. ആവശ്യമുള്ള എന്ത് ആപ്ലിക്കേഷനായാലും നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, ഉപയോഗിക്കുക. ആവശ്യം കഴിഞ്ഞാൽ അൺഇൻസ്റ്റാൾ ചെയ്യുക. എന്താ വെച്ചാൽ ഇപ്പം നെറ്റിന് പ്രശ്നമില്ലാത്തത് കൊണ്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അത് സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ പ്ലേ സ്റ്റോറിന് ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ ഇതാ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച സാധനം ഇതാ, ഫോട്ടോ ഗ്രിഡ് വീഡിയോ ആൻഡ് പിക് കോളേജ് മേക്കർ. ഇതാണ് ഇതിൻ്റെ പേര്. ഫോട്ടോ ഗ്രിഡ് എന്ന് അടിച്ചാൽ മതി, ഈ ഐക്കൺ കാണാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇവിടെ ഒരു 4 സെക്കൻഡ് അതൊക്കെ ആയി. പിന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നേരം സൈൻ ചെയ്യാനും ഒക്കെ ചോദിക്കും, ലോഗിൻ ചെയ്യാനൊക്കെ ചോദിക്കും. അതൊന്നും ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്താൽ മതി. ഇവിടെ 4 ടാബ് കാണില്ല, 4 ഓപ്ഷൻ. ഇത് ഫോട്ടോ ഗ്രിഡ്. നമുക്ക് ആദ്യം അത് നോക്കാം. ഒരു പെർമിഷൻ ഉണ്ട്, നമ്മളെ ഗാലറി ആക്സസ് ചെയ്യാനുള്ള പെർമിഷനാണ്. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്താൽ നമുക്ക് ഇവിടുന്ന് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും. ഞാൻ ഇപ്പോൾ ഒരു 2-3 വീഡിയോ സെലക്ട് ചെയ്യാം. ഇതിൽ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് എൻ്റെ തന്നെ വീഡിയോ ഉണ്ട്. അതാന്നേരോ എനിക്ക് കോപ്പിറൈറ്റ് വരികയല്ലോ. ഇതെന്താ ഇത് നോക്കണാത്ത, ഇതിനെന്താ സ്പീഡ് കുറവ്? ഇതായിക്കോട്ടെ. 1, അത് 2, 3, 4. 4ലും എൻ്റെ ഫോട്ടോ ആട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ വീഡിയോ തന്നെയാണെന്ന് ഉറപ്പാണ്. ഞാനത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്ത്. നെക്സ്റ്റ് കൊടുത്താൽ അടുത്തൊരു ജനറേറ്റ് ആകുന്ന ചെറിയൊരു സമയം എടുക്കും. കണ്ടോ, ഇതിപ്പോൾ 4 കള്ളിയിൽ ആയിട്ട് ആ 4 വീഡിയോ വന്ന്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ കള്ളിമൊക്കെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം. ഒന്ന് സെലക്ട് ചെയ്താൽ ഇതിപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വലുപ്പമൊക്കെ കൂട്ടാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആക്കാം. ഇതിപ്പോൾ എന്നുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പം ചെറിയ 4 ടിക്ടോക്കിലൊക്കെ 4 വീഡിയോകളൊക്കെ സെലക്ട് ചെയ്താൽ അത് 4ഉം കൂടി ഒരു ടാബിൽ കൊണ്ടുവന്നാൽ അത് നല്ല രസമുണ്ടാവും. ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിക്ക്. അപ്പം ഇത് എല്ലാം കൂടി ഒന്നിച്ച് വേണേൽ നമുക്ക് പ്ലേ ചെയ്യിക്കാം. ഇവിടെ താഴെ കുറേ ടാബ് ഉണ്ട്. അതിൽ റേഷ്യോ എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഇതിൽ കുറേ ഓപ്ഷൻ ഉള്ളതിൽ ലാസ്റ്റിലത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാട്സാപ്പിൽ, ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസ് ഇടല്ലേ, അതിൽ ഫുൾ സ്ക്രീന് സ്റ്റാറ്റസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം. ഇത് കുറേ ഓപ്ഷൻ ഉണ്ട്. കുറച്ചെങ്കിലും പറയണേ, കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗമെല്ലാം ഒന്ന് എനിക്ക് കണ്ടട്ടോ. കാണാണ്ട് ഇതൊന്നും ചെയ്യാനാകില്ല. കണ്ട് മനസ്സിലാക്കാണ്ട് ഇതിനെപ്പറ്റി ഇപ്പോൾ അറിയാണ്ട് എന്ത് ചെയ്യാനാ? അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇതിലുള്ള മ്യൂസിക് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമ്മളെ ഗ്യാലറിയുള്ള മ്യൂസിക് ചെയ്യാൻ ഇതാ മ്യൂസിക് ടാബ് ആക്കിയാൽ മൈ മ്യൂസിക് എന്നുള്ളിടത്തിൽ ക്ലിക്ക് ചെയ്ത് ഇതൊന്ന് ഗോട്ടിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക. ഒന്ന് കാണിച്ച് തന്നങ്ങ് പോവുക. അതൊന്ന് ബാക്ക് ചെയ്യട്ടെ. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഒരു ഇത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് തീം ഇവിടെ സെലക്ട് ചെയ്യാണ്ട് ഇഷ്ടമല്ല. ഞാൻ ഒന്ന് ഇവിടെ ഡൗൺലോഡ് ചെയ്ത്, ഫ്രീ ഡൗൺലോഡാണ്. ചിലത് പ്രീമിയമാണ്, അത് പൈസ കൊടുക്കണം, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒന്ന് ഞാനിവിടെ സെലക്ട് ചെയ്ത്. ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ഒന്ന് കള്ളിയെല്ലാം മാറ്റണമെങ്കിൽ ബോർഡർ കൊടുക്കാം. ബോർഡർ കൊടുക്കുന്നേരം ഉണ്ടോ, ഇങ്ങനെല്ലാം ചെയ്യുന്നതിനെ കൊണ്ട്. എന്നിട്ട് ഈ നെക്സ്റ്റ് കൊടുത്താൽ
ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ കാണും, അതാണ് സേവ് ചെയ്യുക. പിന്നെ പ്രീമിയം എടുത്തു കഴിഞ്ഞാലാണ് 1080 കിട്ടും, അല്ലെങ്കിൽ 720p പിക്ചേഴ്സ് എല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാനാകുക. അത് മതി, അത് തന്നെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് വേഗം വന്ന് വേറൊരു ഓപ്ഷൻ നോക്കാം, ഡിസ്കാർഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അത് ഒഴിവാക്കി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന കാർഡില്ലേ, ഈ താഴെ മോർ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു വെളുത്ത കളി കാണുന്നില്ലേ, ആ കളിയിൽ ഒരു ഞെക്ക് കളി കഴിഞ്ഞാൽ ഇവിടെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നും നമുക്ക് പോസ്റ്ററും മെമ്മിയും ഫിലിമും ഒരുപാടുണ്ട്. ഇതിൽ 3D കാർഡ് എന്നുള്ള ഈ ഓപ്ഷൻ ഞെക്കിയാൽ ഇവിടെ ഒരുപാട് സൈസ് 3D കാർഡ് നമുക്കുണ്ട്. ഇതെന്താ ഓപ്പൺ ആക്കി വെച്ചിട്ട് താമസമോ? ഇതിൻ്റെ നെറ്റ് ഒന്ന് മാറ്റിയാലോ? വൈഫൈ നിന്ന് മൊബൈൽ കണക്ഷനിലേക്ക് കൊടുത്ത് അന്നേരം വേഗമായിട്ടോ. ഇതെന്താ, ഇതൊക്കെ നമുക്ക് ഫ്രീ ഡൗൺലോഡിലുണ്ട്. പ്രീമിയം പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്നുണ്ട്. പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല, ഫ്രീ ഡൗൺലോഡ് തന്നെ ഇഷ്ടം പോലെ നല്ലതുണ്ട്. ഞാൻ ഇതൊന്ന് ഡൗൺലോഡ് ചെയ്യാനേ. അത് ഡൗൺലോഡായി, പെട്ടെന്ന് ഡൗൺലോഡാവും. ഇനിയിപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യട്ടെ. ഇതുണ്ട് എൻ്റെ ഈ ഫോട്ടോ ഇതെല്ലാം ആയിക്കോട്ടെ. 5 ഫോട്ടോ സെലക്ട് ചെയ്ത് എന്നിട്ട് മേലെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ഇപ്പം വാലന്റൈൻസ് ഡേൻ്റെ ഒരു നോട്ടീസ് ഇവിടെ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. എന്തെങ്കിലും MUTHEOS മുത്തുസ്നാക്കി എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ആ ടെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വരും. ഇനി കണ്ടോ, ആ ടെക്സ്റ്റ് വന്ന് എന്നിട്ട് സേവ് കൊടുത്താൽ അതവിടെ സേവ് ആവും. അടിപൊളിയല്ലേ? അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ല അടിപൊളി. ഇത് ബാക്ക്ഗ്രൗണ്ട് മാറ്റുക, എഡിറ്റ് എടുത്തിട്ടൊരു ഫോട്ടോ എടുത്താൽ ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് മാറ്റാനൊക്കെ ഇതിവിടെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ടൂൾസ് ഉണ്ട്. നല്ലൊരു ഫോട്ടോ എഡിറ്റർ, വീഡിയോ എഡിറ്ററൊക്കെയാണ്. ഇത് തീർത്ത് കാണിച്ചു തരുന്ന ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചാക്കിയത്. എന്താ ഇതിൽ വേറൊരുന്നുണ്ട്. സാധാരണ നിങ്ങൾ ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ മാർക്ക് വരും. ആ വാട്ടർ മാർക്ക് ഒഴിവാക്കി ഇവിടെ ലാസ്റ്റ് ഈ താഴത്തെ ടാബിൽ ലാസ്റ്റ് വാട്ടർ മാർക്ക് എന്നുള്ളത് ഞെക്കിയാൽ ഇവിടെ നോ വാട്ടർ മാർക്ക് എന്നുള്ളിടത്തിൽ ഞെക്കി കൊടുത്താൽ ഡൗൺലോഡ് ചെയ്യുന്നേരം ആ വാട്ടർ മാർക്ക് ഉണ്ടാകില്ല. അതുപോലെ ഇതിൻ്റെ ലേ ഔട്ടൊക്കെ മാറ്റാം. എന്താ അയ്യോ എന്തെല്ലാം ടൂളാണെന്നറിയോ? ഒരുപാട് ടൂളാണ്. ബ്ലർ ചെയ്യുക, ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ബ്ലർ ചെയ്യിക്കാൻ ഭയങ്കര ഉഷാറാണ്. ഒറിജിനൽ ക്രോപ്പ് ചെയ്യുക, ഫിൽറ്റർ, ഇതെന്തൊക്കെയാണ് ഇത് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എഫക്റ്റ് ഒരുപാട് 100 കണക്കിന് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ഒരു അടിപൊളി ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. മേലെല്ലാം തോന്നുന്നു തോന്നിക്കാം. ഒരുപാട് സാധനം ഉണ്ട്. ഇതാ എന്തെല്ലാം എഫക്റ്റാണെന്നറിയോ? കണ്ടമാനം എഫക്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓരോന്നോരോ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ. കുറച്ച് 1-2 പ്രാവശ്യം ചെയ്യുന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അല്ലാണ്ട് തീർത്ത് ഇപ്പം വിശദീകരിച്ച് തരണമെങ്കിൽ 1 മണിക്കൂറിലധികമുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കണേ. ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് എഴുതിയിട്ടേക്ക്. പിന്നെ 2 ഓപ്ഷൻ മാത്രമേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾ വിട്ട് തന്ന വീഡിയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.